എന്താ കാര്യം? എന്റെ പെങ്ങൾ ചന്ദ്ര ഇഷ്ടപ്പെടുന്നത് മേഡം അനിയനെ പോലെ കാണുന്ന പ്രകാശനെയാ. ചേച്ചി, ഒരു അർജന്റ് കാര്യമായിരുന്നു. അത് പിന്നെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്ര. എന്താ സർ? അല്ല, ഇന്ന് കളക്ടറുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഉച്ചവരെ ഒന്നും ചാർട്ട് ചെയ്തിട്ടില്ല സർ. ഓ, 3 മണിക്ക് കുടുംബശ്രീക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ല, എന്താ സർ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ. എന്നാ ശരി, ഓക്കെ. മാഡം, ഇതെല്ലാം എമർജൻസി ഫയലുകളാ. അപ്പൊ ഇന്ന് വേറെ പ്രോഗ്രാമുകളൊന്നും ചാർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇത്രയും ഫയലുകൾ ഞാൻ നോക്കി ഒപ്പിട്ട് വരുമ്പോഴേക്കും ഇന്നത്തെ ദിവസം തീരുമല്ലോ. പലതും ഇന്ന് തന്നെ മിനിസ്റ്റർ ഓഫീസിൽ എത്തേണ്ടതാ. പിന്നെ മാഡം, 3 മണിക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ശരി. ഹലോ മാഡം, ഒരു വിസിറ്റർ ഉണ്ട്. വരാൻ പറയൂ. അല്ല, അത് പിന്നെ അയാള് വരാൻ പറയൂ. ഹലോ മാഡം, ഹലോ. ഇരിക്കൂ, എന്നിട്ട് സംസാരിക്കാം. എന്താ കാര്യം? എന്റെ പെങ്ങൾ ചന്ദ്ര ഇഷ്ടപ്പെടുന്നത് മേഡം അനിയനെ പോലെ കാണുന്ന പ്രകാശനെയാ. ചേച്ചി, ഒരു അർജന്റ് കാര്യമായിരുന്നു. അത് പിന്നെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്ര. ചേച്ചി, ചന്ദ്രയ്ക്ക് ഇപ്പോൾ അവളുടെ വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുക. പക്ഷെ ചന്ദ്ര എന്നെ മാത്രമേ കെട്ടുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഞാൻ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രകാശും ചന്ദ്രയും രജിസ്റ്റർ മാരേജ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഞാൻ അതിനുള്ള സഹായം അവർക്ക് ചെയ്യാനിരുന്നതാ. പക്ഷേ ഇപ്പോ പ്രകാശിനെ കാണാനില്ലെന്ന് അറിഞ്ഞത്. കാണാനില്ലെന്നോ? അതെ, അവരെ റസാക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും അതിനുശേഷം എന്റെ അച്ഛൻ സ്റ്റേഷനിൽ വന്ന് ചന്ദ്രയെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നുമാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ പ്രകാശ് മിസ്സിംഗ് ആണ്. അത് അവന്റെ ഹോസ്റ്റലിൽ തിരക്കിയായിരുന്നോ? അവിടെ എത്തിയിട്ടില്ല. സ്റ്റേഷനിൽ നിന്ന് അവരെ ഇറക്കിക്കൊണ്ടുപോയത് എന്റെ അച്ഛനാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അപകടമാണെന്ന്. മേഡത്തിന്റെ ഒരു ഫോൺ കോള് റസാക്കിന് ചെന്നാൽ അയാൾ അത് ഗൗരവമായിട്ട് അന്വേഷിക്കും. ഇല്ലെങ്കിൽ അച്ഛന്റെ പണത്തിന് മുമ്പിൽ പ്രകാശിന് എന്ത് സംഭവിക്കാം? അതുകൊണ്ട് നീ പഠിക്കാൻ നോക്ക്. അത് കഴിഞ്ഞു മതി പെണ്ണിനെയും പെടക്കോഴി അന്വേഷിച്ചുള്ള നടപ്പൊക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി.
ജീവിതവും ഇതുപോലെ തന്നെയാ മാഡം. കൃത്യസമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ നിലത്ത് വീണുടയും. ഈ ഫോട്ടോ ഉടയാണ്ട് നോക്കിയതുപോലെ പ്രകാശിന്റെ കാര്യത്തിലും എന്തെങ്കിലും ചെയ്യണം. അവനെന്തെങ്കിലും പറ്റിപ്പോയാ ചന്ദ്രയോർത്ത് അത് എനിക്കും കൂടി വിഷമമാകും. എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ മാഡം. എത്രയായി? 150 രൂപ. അതെന്ത് കണക്കാ? മീറ്ററിൽ 90 രൂപയല്ലേ കാണുന്നുള്ളൂ? അതെ, ഇങ്ങോട്ട് വന്നപ്പം ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നില്ലേ? വണ്ടി അഴിച്ചടിച്ച് ഒരുപാട് ഇന്ധനം കത്തിയാ വന്നത്. 150 രൂപയും തരണം. ദാ 10 രൂപയും കൂടി ചേർത്ത് 100 രൂപയുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് തരാൻ പറ്റില്ല. എന്താ മേഡം ഇത്? വെറുതെ രാവിലെ തന്നെ വന്ന് മെക്കിട്ട് കയറുവാണോ? ഞങ്ങൾക്കേ ഇപ്പം മെൻസ് അസോസിയേഷനും ആട്ടോ തൊഴിലാളി സംഘടനയും ഒക്കെ ഉള്ളതാ. അവരൊന്നും പട്ടാപ്പകല് പിടിച്ചു പറിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചുമ്മാ വിളച്ചിലെടുക്കാതെ കാശ് താ മേഡം. അത് ശരി, ഭീഷണിപ്പെടുത്തുന്നോ? എന്നാ അതൊന്ന് കാണണമല്ലോ. ഇതെന്റെ ഇരിക്കട്ടെ. ഇനിയേ കാശും കൊണ്ട് എന്നെ തേടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് വാ. അപ്പൊ ഞാൻ നിനക്ക് ബാഗ് തരാം. ഓക്കെ? എന്റെ ബാഗ്, എന്റെ ബാഗ്! പട്ടാപ്പകൽ പിടിച്ചു പറയോ? അതും കളക്ടറേറ്റിൽ. എങ്കിലും അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഇറങ്ങണം ഇങ്ങോട്ടോ. എടാ ഇറങ്ങണം ഇങ്ങോട്ടോ. ഇറങ്ങണം. നീ എന്താടാ കാണിച്ചേ? ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോരുത്. മനസ്സിലാണോ? നിനക്ക് എത്ര രൂപയുടെ തരാനുള്ളത്? 90 രൂപ. 100 രൂപ ഉണ്ട്. ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോരുത്. എടുത്തോണ്ട് പോടാ.